നഗരത്തിലെ മലിനജലത്തിൽ വലിയ അളവിൽ മീഥെയ്ൻ വാതകം അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു ചെറിയ തീപ്പൊരി മതി വലിയ ഒരു സ്ഫോടനത്തിന് കാരണമാവാൻ. ഇത് സത്യമാണോ എന്നറിയാൻ ജിമ്മി സ്റ്റീൽ പൈപ്പുകൾ ഉപയോഗിച്ച് ഒരു ചെറിയ കാനയുടെ മാതൃകയുണ്ടാക്കി. അതിൽ സുതാര്യമായ ഒരു നിരീക്ഷണ ജനാലയും ഉണ്ടായിരുന്നു. സ്ഫോടന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ ഇത് സഹായിച്ചു. യഥാർത്ഥ മലിനജല സംവിധാനങ്ങൾ വലുതും സങ്കീർണവുമാണ്. അദ്ദേഹം 2 തരം പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്തു. ഒന്ന് തുറന്ന അറ്റത്തോടും മറ്റൊന്ന് അടച്ച അറ്റത്തോടും കൂടിയത്. വോളിയം അനുസരിച്ച് 5% സാന്ദ്രതയിൽ അദ്ദേഹം പൈപ്പിലേക്ക് മീഥെയ്ൻ വാതകം കുത്തിവച്ചു. മീഥെയ്നിന്റെ ഏറ്റവും കുറഞ്ഞ സ്ഫോടന പരിധിയായി ഇത് കണക്കാക്കപ്പെടുന്നു. ആദ്യത്തെ പരീക്ഷണം തുറന്ന അറ്റത്തോടു കൂടിയ സംവിധാനത്തിലായിരുന്നു. ഫലം അത്ര ആകർഷകമായിരുന്നില്ല. വലിയ സ്ഫോടനം ഒന്നുമുണ്ടായില്ല. മാൻഹോൾ കവറിന് അനക്കവുമില്ല. അടുത്തതായി അദ്ദേഹം അടച്ച അറ്റത്തോടു കൂടിയ പരീക്ഷണം നടത്തി. ഇത്തവണ കാനയുടെ മാതൃക പൊട്ടിത്തെറിച്ചു. മാൻഹോൾ കവർ വായുവിലേക്ക് തെറിച്ചുപോയി. ഇത് വെറും 5% മീഥെയ്ൻ വെച്ചിട്ടാണ് ചെയ്തതെന്ന് ഓർക്കണം. യഥാർത്ഥ മലിനജല സംവിധാനങ്ങളിൽ മീഥെയ്നിന്റെ അളവ് ഇതിലും വളരെ കൂടുതലായിരിക്കാം. അവർ പ്രതീക്ഷിച്ച ഫലമായിരുന്നു ഇത്. ഇതിനർത്ഥം അവർക്ക് വലിയ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകാമെന്നാണ്. തീർച്ചയായും ഒരു യഥാർത്ഥ നഗരക്കാനയിൽ ഇങ്ങനെയൊരു പരീക്ഷണം നടത്താൻ ഒരിക്കലും അനുവദിക്കില്ല. അതിനാൽ അവർ സ്വന്തമായി ഒരു യഥാർത്ഥ വലുപ്പത്തിലുള്ള കാന ഉണ്ടാക്കി. യഥാർത്ഥ മുനിസിപ്പൽ മലിനജല സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുമായി ഇതിന് നല്ല സാമ്യമുണ്ടായിരുന്നു. പലപ്പോഴും മാലിന്യങ്ങളും അവശിഷ്ടങ്ങളും നിറഞ്ഞ യഥാർത്ഥ ലോകത്തിലെ മലിനജല സാഹചര്യങ്ങൾ അനുകരിക്കാൻ അവർ കാനയുടെ ഉൾവശം കമ്പികൾ കൊണ്ട് നിരത്തി. അവർ ഘടന കോൺക്രീറ്റ് മൊഡ്യൂളുകൾ ഉപയോഗിച്ച് അടച്ച് മണ്ണിന്റെ പാളികൾക്ക് കീഴിൽ കുഴിച്ചിട്ടു. ഒടുവിൽ അവർ 100 ക്യൂബിക് അടി മീഥെയ്ൻ വാതകം കുത്തിവച്ചു. സ്ഫോടനത്തിനുള്ള ഏറ്റവും അനുയോജ്യമായ അളവ്. എല്ലാം തയ്യാറായപ്പോൾ ജിമ്മി റിമോട്ട് ഉപയോഗിച്ച് ഇഗ്നിഷൻ പ്രവർത്തനക്ഷമമാക്കി. 3 മാൻഹോൾ കവറുകളും ഒരേ സമയം ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി. അവ തറയിലേക്ക് വീഴാൻ 6 സെക്കൻഡ് എടുത്തു. കാനയുടെ ഘടനക്ക് കേടുപാടുകൾ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ആ സ്ഫോടനത്തിൽ മാൻഹോൾ കവറുകൾ അതിവേഗ സ്റ്റീൽ മിസൈലുകളായി മാറി താഴേക്ക് പതിക്കുന്നതിനു മുമ്പ് നേരെ വായുവിലേക്ക് തെറിച്ചുപോയി. ഇത് ഒരു യഥാർത്ഥ നഗരത്തിലാണ് സംഭവിച്ചിരുന്നതെങ്കിൽ, പ്രത്യേകിച്ച് തിരക്കേറിയ ഒരു നഗരപ്രദേശത്ത്, പ്രത്യാഘാതങ്ങൾ വളരെ വലുതായേനെ. വീഡിയോയുടെ സന്ദേശം ഇതാണ്: ഒരു കാരണവശാലും കത്തിച്ച സിഗരറ്റ് കാനയിലേക്ക് വലിച്ചെറിയരുത്. അവിടെ എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നമുക്കറിയില്ല.